ഞാൻ ഉംറക്ക് പോയ സമയത്ത് ഇഹ്റാമിലായിരിക്കെ ക്യാൻറ്റീനിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. അവിടുന്ന് കയ്യാൻ വേണ്ടി വാഷേഴ്സിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലേക്ക് വെള്ളം തെറിക്കേണ്ട വിചാരിച്ചിട്ട് മേൽമുണ്ടൊന്ന് അയച്ചു വെച്ചതാണ്. ഇത് കണ്ട് ഒരിക്കൽ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ചെയ്തതിന് കഫാറത്ത് കൊടുക്കണ്ടേ? ഇഹ്റാമിലായിരിക്കും ഇങ്ങനെ വസ്ത്രം അയച്ചു മാറ്റാൻ പറ്റുമോ? ഞാൻ പെട്ടെന്ന് മൂപ്പര് ടോയ്ലറ്റിലൊക്കെ പോയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു പോയി. കുറ്റപ്പെടുത്തല്ല, അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. വേറൊരു ടീമുണ്ടാവും, ഇഹ്റാമിലായിരിക്കെ എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് എടുക്കാൻ നേരത്ത് അണ്ടർവെയറിൻ്റെ പോക്കറ്റിലേക്ക് വീഴുന്ന ആൾക്കാർ. ഇഹ്റാമിലായിരിക്കും അത് ധരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പല ആൾക്കാർക്കും അറിയില്ല. ഞാനിതൊക്കെ പറയാൻ കാരണം ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാവും, ഉംറ എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതിയല്ലേ, നമ്മളൊരു അമീറിൻ്റെ കീഴിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഒറ്റയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടാനുസരണം എവിടെ വേണം പോകാനും വരാനൊക്കെ പറ്റൂലേ? എന്നിട്ട് അവിടെ പോയിട്ട് ക്യാബിൻ്റെ അടുത്ത് ഇങ്ങനെ വട്ടം കറങ്ങി കളിക്കുന്നതാണ്. ഇവിടുന്ന് പ്രസംഗം കേട്ടിട്ടോ ഏട് വായിച്ചിട്ടോ ഒക്കെ പഠിച്ചു വെച്ച് പോയിട്ടുണ്ടാവും, ഹജറുൽ അസ്വദിൻ്റെ നേരെ നിന്നിട്ട് വേണം ത്വാഫ് ആരംഭിക്കണം എന്നൊക്കെ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അന്തം വിടും. പ്രാക്ടിക്കലും തിയറിയും വേറെ തന്നെയാണെന്നുള്ള ഈ വിഷയത്തിൽ ശരിക്കും ബോധ്യമാവും. മാത്രമല്ല, 3 ആളുകളിൽ കുറഞ്ഞത് ദൂരയാത്ര ചെയ്യുന്നത് കറാഹത്താണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആകെ ഒരു തവണയൊക്കെ ആയിരിക്കും ഉംറ ചെയ്യുന്നത്. അതന്നെ കറാഹത്തോടുകൂടിയുള്ള യാത്ര ആക്കണ്ടല്ലോ. യദുല്ലാഹി അലൽ ജമാ എന്നല്ലേ, അള്ളാഹുവിൻ്റെ സഹായം ഒരു കൂട്ടത്തിനാണ്. നിങ്ങൾ ഉംറ സിയാറത്ത് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. 25 വർഷത്തിലേറെയായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിൻ്റെ കീഴിൽ വരുന്ന ഫെബ്രുവരി 1 ഉംറ സംഘം പുറപ്പെടുകയാണ്. ഉസ്താദിൻ്റെ കൂടെ നിങ്ങൾക്ക് പോയാലുണ്ടാവുന്ന മെച്ചം, ഉംറയുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതുമായ എന്ത് സംശയങ്ങളായിക്കോട്ടെ, യാത്രയിലുടനീളം ഉസ്താദിനോട് ചോദിച്ച് പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവും. ഉസ്താദ് അങ്ങനെ എല്ലാ വർഷവും ഉംറക്ക് പോകുന്ന ആളൊന്നല്ല, അതിന് ഉസ്താദിന് സമയവും ഇല്ല. ദർസിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത് എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, ഇത്ര വലിയ ഉസ്താദിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ ഈ പാക്കേജിന് വലിയ ചാർജ് കൊടുക്കേണ്ടി വരില്ലേ? അതാലോചിച്ചിട്ട് നിങ്ങളൊരു ടെൻഷൻ മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കെൻസ് ട്രാവൽസും അല്ലവൽ ട്രാവൽസും കൂടി കൊളാബ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ട്രാവൽസുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ചാർജാണ് ഈ ഒരു പാക്കേജിന് അവർ നിങ്ങൾക്ക് ഈടാക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 1 ഉംറ സിയാറത്തിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളി.